ഹലോ ഓൾ, എല്ലാവർക്കും സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. ഐ എം ആഷ്നി. വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ ഇന്ന് കുറച്ച് MCQs, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ദിവസമാണ്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കുറച്ച് ഹോട്ട് ടോപ്പിക്സ് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ, സാധ്യത ചോദ്യങ്ങളും അതുപോലെ തന്നെ പ്രീവിയസിനകത്തുനിന്ന് ചോദിച്ച കുറച്ച് സാധ്യത കാര്യങ്ങളും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ കറക്റ്റായിട്ടുള്ള നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അധികമൊന്നുമില്ല. സയൻസ് ആൻഡ് ടെക്നോളജിയെ സംബന്ധിക്കുന്ന ഒരു 2021 മുതൽ 2024 വരെയുള്ള വർഷങ്ങളിലെ കുറച്ച് സാധ്യത ചോദ്യങ്ങളല്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇത്. ഓക്കെ, സോ ലെറ്റ് us start with ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Which is India's first dedicated space astronomy observatory? ഏതാണ്? എക്സ്പോസാറ്റ്, ആസ്ട്രോസാറ്റ്, ആദിത്യ L1, ചന്ദ്രയാൻ 2. ഏതാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഡെഡിക്കേറ്റഡ് സ്പേസ് ആസ്ട്രോണമി ഒബ്സർവേറ്ററി? അപ്പം നമ്മൾ ഒബ്സർവേറ്ററി അപ്പം നിങ്ങളിപ്പോൾ ഇതിനകത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പെൻ ആൻഡ് പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഇതിൻ്റെ ഉത്തരം ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഡിസ്കഷൻ്റെ സമയത്ത് വെദർ ഇറ്റ് ഈസ് കറക്റ്റ് ഓർ റോങ് എന്നുള്ളത് നിങ്ങൾ നോക്കി എന്താ പറയുക മാർക്ക് ഇടുന്ന ഒരു സിനാരിയോയിലേക്ക് നമുക്ക് എത്തണം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഏതായിരിക്കും? എക്സ്പോസാറ്റ്, ആസ്ട്രോസാറ്റ്, ആദിത്യ L1, ചന്ദ്രയാൻ 2. ഇന്ത്യയുടെ ആദ്യത്തെ ഡെഡിക്കേറ്റഡ് സ്പേസ് ആസ്ട്രോണമി ഒബ്സർവേറ്ററി എന്ന് പറയുന്നത് ഏതാണ്? ആസ്ട്രോസാറ്റ് ആണ്. ആസ്ട്രോസാറ്റ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. നൗ നമുക്ക് നോക്കാം. ആസ്ട്രോസാറ്റിനെ പറ്റി കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് പറയാം. ഇന്ത്യയുടെ ആദ്യത്തെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മൾട്ടി വേവ് ലെങ്ത് സ്പേസ് ഒബ്സർവേറ്ററി ആണ്. ഇറ്റ് ഈസ് ഇന്ത്യാസ് ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് ഇന്ത്യൻ ആസ്ട്രോണമി മിഷൻ എയിംഡ് അറ്റ് സ്റ്റഡിയിങ് സെലസ്റ്റിയൽ സോഴ്സസ് ഇൻ എക്സ്റേ, ഒപ്റ്റിക്കൽ ആൻഡ് UV സ്പെക്ട്രൽ ബാൻഡ് സൈമൾട്ടേനിയസ്ലി. അതായത് ഇന്ത്യയുടെ ഒരു മൾട്ടി വേവ് ലെങ്ത് സ്പേസ് ഒബ്സർവേറ്ററി ആണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻ ആസ്ട്രോണോമി മിഷൻ എയിംഡ് അറ്റ് സ്റ്റഡിയിങ് സെലസ്റ്റിയൽ സോഴ്സസ് ഇൻ എക്സ്റേയിലെ സോഴ്സസ്, സെലസ്റ്റിയൽ സോഴ്സസ് ഇൻ എക്സ്റേ, ഒപ്റ്റിക്കൽ ആൻഡ് UV സ്പെക്ട്രൽ ബാൻഡ്. ഈ ഇത്രയും സ്പെക്ട്രത്തിൽ നിന്നുള്ള സെലസ്റ്റിയൽ സോഴ്സസിനെ പറ്റിയുള്ള പഠനം, അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന് പറയുന്നത്. ആസ്ട്രോസാറ്റ് വിത്ത് എ ലിഫ്റ്റ് ഓഫ് മാസ് 15 കിലോഗ്രാം, അതായത് 1515 കിലോഗ്രാം ആണ് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ ഇന്ത്യൻ ലോഞ്ച് വെഹിക്കിൾ PSLVയിലാണ് ഇത് വിക്ഷേപിച്ചിട്ടുള്ളത് ഫ്രം സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ, ശ്രീഹരിക്കോട്ട ഓൺ 2015 സെപ്റ്റംബർ 28, 2015 into a 650 kilometer orbit inclined at an angle of 6 degree to the equator. Inclined at an angle of 6 degree, അതും കൂടെ നോട്ട് ചെയ്തേക്കുക. 6 ഡിഗ്രി ഇൻക്ലിനേഷനും ഇതിനകത്ത് ഉണ്ട്. അപ്പം ഇത്രയുമാണ് ആസ്ട്രോസ്റ്റാറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണ്? ടു അണ്ടർസ്റ്റാൻഡ് ഹൈ എനർജി പ്രോസസ്സസ് ഇൻ ബൈനറി സ്റ്റാർ സിസ്റ്റം കണ്ടെയ്നിങ് ന്യൂറോ സ്റ്റാർസ് ആൻഡ് ബ്ലാക്ക് ഹോൾ, എസ്റ്റിമേറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ന്യൂറോൺ സ്റ്റാർ, അതുപോലെ തന്നെ സ്റ്റഡി star birth region and high energy processes in star system lying beyond our galaxy, detect new briefly bright X-ray sources in sky, perform a limited deep ഫീൽഡ് സർവേ ഓഫ് ദ യൂണിവേഴ്സ് ആൻഡ് അൾട്രാവയലറ്റ് റീജിയൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആസ്ട്രോസ്റ്റാറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മളുടെ പ്രധാനപ്പെട്ട പോയിന്റുകളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നും കൂടെ പറയാം. ഇന്ത്യയുടെ ആദ്യത്തെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മൾട്ടി വേവ് ലെങ്ത് സ്പേസ് ഒബ്സർവേറ്ററി ആണ്. ഇറ്റ് ഈസ് എയിംഡ് അറ്റ് സ്റ്റഡിയിങ് സെലസ്റ്റിയൽ സോഴ്സസ് ഇൻ എക്സ്റേ, UV, ഒപ്റ്റിക്കൽ ബാൻഡ്സ്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്തേക്കുക ഏതൊക്കെ ബാൻഡുകളിലെ ആണ് അത് പഠനം നടത്തുന്നതെന്നുള്ളത്. എക്സ്റേ, ഒപ്റ്റിക്കൽ ആൻഡ് UV ബാൻഡ്. പിന്നെ അതുപോലെ തന്നെ ആസ്ട്രോസ്റ്റാറ്റിൻ്റെ വെയിറ്റ് 1550 കിലോഗ്രാം ആണ്. PSLVയിലാണ് ഇത് വിക്ഷേപിച്ചത്. 28 ഓഗസ്റ്റ് 2015 ഇത് ലോഞ്ച് ചെയ്തത്. അത് മനസ്സിലാക്കുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു അണ്ടർസ്റ്റാൻഡ് ഹൈ എനർജി പ്രോസസ്സസ് ഇൻ ബൈനറി സ്റ്റാർ സിസ്റ്റം കണ്ടെയ്നിങ് ന്യൂറോൺ സ്റ്റാർസ് ആൻഡ് ബ്ലാക്ക് ഹോൾ, എസ്റ്റിമേറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ന്യൂറോൺ സ്റ്റാർ ആൻഡ് സ്റ്റഡി ബർത്ത് സ്റ്റാർ റീജിയൻസ് ആൻഡ് ഹൈ എനർജി പ്രോസസ്സസ് ഇൻ സ്റ്റാർ സിസ്റ്റം ലൈങ് ബിയോണ്ട് അവർ ഗാലക്സി, ഡിറ്റക്ട് ന്യൂ ബ്രീഫ്ലി ബ്രൈറ്റ് എക്സ്റേ സോഴ്സസ് ഇൻ സ്കൈ, പെർഫോം എ ലിമിറ്റഡ് ഡീപ് ഫീൽഡ് സർവേ ഓഫ് യൂണിവേഴ്സ് ഇൻ ദ അൾട്രാവയലറ്റ് റീജിയൻ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്? ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് തോന്നുന്ന ഒരു ചോദ്യമാണ് റിന്യൂവബിൾ എനർജി സോഴ്സും നോൺ റിന്യൂവബിൾ എനർജി സോഴ്സും. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മളെ കുഴപ്പിക്കാൻ സാധ്യതയുള്ളതും എക്സാം ഹാളിലിരുന്ന് കുഴപ്പിക്കാൻ സാധ്യതയുള്ളതും ഇത് തന്നെയാണ്. ഓക്കെ, ഇതിൻ്റെ ഉത്തരം ഒന്ന് നോട്ട് ഔട്ട് ചെയ്യണേ. അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ്? ഹൈഡ്രോ പവർ, വിൻഡ് എനർജി, ബയോ എനർജി, ന്യൂക്ലിയർ എനർജി. റിന്യൂവബിൾ ആയിട്ടുള്ളത് എന്തെല്ലാമാണ്? സോളാർ എനർജി, വിൻഡ് എനർജി, ബയോ എനർജി, വാട്ടർ, ഹൈഡ്രോ എനർജി എല്ലാം ആണ് അല്ലേ. അപ്പം നോൺ റിന്യൂവബിൾ ആയിട്ടുള്ളത് ഏതായിരിക്കും? ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, ന്യൂക്ലിയർ എനർജി ആണ് അല്ലേ. ന്യൂക്ലിയർ എനർജി. സി, സോ ന്യൂക്ലിയർ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? അത് ലിമിറ്റഡ് സോഴ്സ് ആയിരിക്കും. ദാറ്റ് വിൽ എവൻച്വലി ഡിപ്ലീറ്റ് ഓവർ ടൈം. നോൺ റിന്യൂവബിൾ എനർജി എന്ന് പറയുമ്പോൾ ലിമിറ്റഡ് റിസോഴ്സ് ആയിരിക്കും. ദാറ്റ് വിൽ ഡിപ്ലീറ്റ് ഓവർ ടൈം. അതായത് കാലത്തിനനുസൃതമായിട്ട് അതിങ്ങനെ ഡിപ്ലീറ്റ് ചെയ്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇറ്റ് ഈസ് ക്രൂഷ്യൽ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് റെസ്പോൺസിബിളി യൂട്ടിലൈസ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്. നോൺ റിന്യൂവബിൾ എനർജി എൻകോംബസ് ഫോസിൽ ഫ്യൂവൽ ലൈക്ക് കോൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്. ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഇന്ത്യയുടെ ഫസ്റ്റ് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് വിച്ച് ഈസ് ടു ബി പ്ലേസ്ഡ് ഇൻ ജിയോസിൻക്രോണസ് ട്രാൻസ്ഫർ ഓർബിറ്റ് ബൈ GSLV F10 ഏതാണ്? ഇന്ത്യയുടെ ഫസ്റ്റ് എർത്ത് ഒബ്സർവേറ്ററി സാറ്റലൈറ്റ് ടു ബി പ്ലേസ്ഡ് ഇൻ ജിയോസിൻക്രോണസ് ട്രാൻസ്ഫർ ഓർബിറ്റ് ബൈ GSLV F10. EOS-04, GSAT-1, RISAT RISAT, RISAT 2B, Cartosat 2A. ഇതിൽ ഏതാണ് first Earth observatory satellite to be placed in geosynchronous transfer orbit GSLV F10? ഉത്തരം ഓപ്ഷൻ ബി ആണ്. GSAT-1 ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. അപ്പം GSAT-1 എന്ന് പറയുന്ന സാറ്റലൈറ്റിനെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ. ഇറ്റ് വുഡ് പ്രൊവൈഡ് നിയർ റിയൽ ടൈം ഇമേജിംഗ് ഓഫ് ലാർജ് ഏരിയ ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് അറ്റ് എ ഫ്രീക്വൻറ്റ് ഇൻ്റർവെൽ. ദിസ് സാറ്റലൈറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ ക്വിക്ക് മോണിറ്ററിംഗ് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റർ ഓർ എനി ഷോർട്ട് ടേം ഇവൻറ്റ് ഓർ എപ്പിസോഡ്സ്. ഓക്കെ, ഈ സാറ്റലൈറ്റ് വിൽ ബി ഹെൽപ്ഫുൾ for quick monitoring of natural disaster or any short-term event or episode. It would help obtain spectral signature of agricultural, forestry, mineralogy, etc. It would also help in disaster management by issuing regular warning, cloud properties, snow and glacier and oceanography. Okay. സോ ഒന്നും കൂടെ പറയാം. ഒബ്ജക്റ്റീവ് ഓഫ് GSAT-1ൻ്റെ ഒബ്ജക്റ്റീവ്, GSAT-1 സാറ്റലൈറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീക്വൻ്റ് ആയിട്ടും എന്താ പറയുക റിയൽ ടൈം ഇമേജിങ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത്. രണ്ടാമത്തെ സംഭവം ഇറ്റ് ഹെൽപ്ഫുൾ ഫോർ ക്വിക്ക് മോണിറ്ററിംഗ് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റർ. അതായത് എന്തെങ്കിലും നാച്ചുറൽ ദുരന്തങ്ങൾ എന്തെങ്കിലും വരുവാണെങ്കിൽ തന്നെ ഒരു മുന്നറിയിപ്പായിട്ട് GSAT-1 ഹെൽപ്ഫുൾ ആണ്. And it would help obtain spectral signature of agriculture, forestry, mineralogy, etc. അപ്പം സ്പെക്ട്രൽ സിഗ്നേച്ചേഴ്സ് ഓഫ് അഗ്രികൾച്ചർ, ഫോറസ്ട്രി ആൻഡ് മിനറോളജിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പഠനത്തിന് വേണ്ടിയിട്ട് ഇത് സഹായകമാകും. ആൻഡ് ഓൾസോ ഹെൽപ്പ് ഇൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ബൈ ഇഷ്യൂയിങ് റെഗുലർ വാർണിംഗ്, ക്ലൗഡ് പ്രോപ്പർട്ടീസ്, സ്നോ ആൻഡ് ഗ്ലേഷ്യർ ആൻഡ് ഓഷ്യനോഗ്രഫി. ഓക്കെ, നോട്ട് ചെയ്യണേ. നമുക്ക് അഞ്ച് ചോദ്യം വരുമ്പോൾ ഒന്നും കൂടെ റീവൈൻഡ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം കേട്ടോ. അപ്പം നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഡാഷ് ഇസ് ദ മാർക്കറ്റിംഗ് ആം ഓഫ് ISRO വിച്ച് മാർക്കറ്റ്സ് സ്പേസ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ഓഫ് ISRO ടു ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ കസ്റ്റമേഴ്സ്. അപ്പം ഞാൻ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ നമ്മുടെ ഹോട്ട് ടോപ്പിക്സിനകത്ത് ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് തന്നെയാണ്. അതായത് ആൻഡ്രിക്സ് അല്ലേ, ആൻഡ്രിക്സ് അല്ലേ, ആൻഡ്രിക്സ്. അപ്പോൾ ആൻഡ്രിക്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പഠിക്കാം. ആൻഡ്രിക്സ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്നത് 1992 സെപ്റ്റംബർ 28 സ്റ്റാർട്ട് ചെയ്തത് അണ്ടർ കമ്പനീസ് ആക്ട് 1956. ഈസ് എ വോളി ഓൺഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കമ്പനി അണ്ടർ ദ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ്. ആൻഡ്രിക്സ് ഈസ് കൊമേഴ്ഷ്യൽ ആം ഓഫ് ISRO. കണ്ടോ, ആൻഡ്രിക്സ് എന്ന് പറയുന്നത് ISROയുടെ ഒരു കൊമേഴ്ഷ്യൽ ആമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ആൻഡ് ആൻഡ്രിക്സ് പ്രൊമോട്ട് ആൻഡ് കൊമേഴ്ഷ്യലി മാർക്കറ്റ് ദ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് എമിനേറ്റിംഗ് ദ ഇന്ത്യൻ സ്പേസ്
program. In the year 2008, the company was awarded as Miniratna status. Miniratna status പ്രൊവൈഡ് കിട്ടിയിട്ടുള്ളൊരു കമ്പനിയാണ് 2008. 1992 ഇത് ഫോം ചെയ്തതെന്നുള്ളത് മനസ്സിലാക്കിയേക്കുക. ഓക്കെ, ആൻഡ്രിക്സ് കോർപ്പറേഷൻ ഈസ് ഇൻ ആൻഡ്രിക്സ് ലിമിറ്റഡ് ഇൻകോർപ്പറേറ്റഡ് ഓൺ 28 September 1992 is a wholly owned government of India company under the administrative control of Department of Space. It is a commercial arm of Indian Space Organization. അതോടൊപ്പം തന്നെ it promote commercially market the product and services. Indian Space Research Organizationന്റെ തന്നെ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രൊമോട്ട് ചെയ്യുക, പ്രൊഡക്റ്റും സർവീസസും ഒക്കെ മറ്റുള്ളവരിലേക്ക്, അതായത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക, കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ മാർക്കറ്റ് ചെയ്യുക പ്രധാനമായിട്ടും. 2008 ഇതിന് മിനിരത്ന സ്റ്റാറ്റസ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് മറക്കരുത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 5ാമത്തെ ചോദ്യം, വിച്ച് among the following is not a renewable energy source? Not a renewable energy source. ചോദ്യം ശ്രദ്ധിക്കുക. ഹൈഡ്രോ എനർജി, ജിയോ തെർമൽ എനർജി, നാച്ചുറൽ ഗ്യാസ് എനർജി, ബയോമാസ് എനർജി. ഹൈഡ്രോ എനർജി എന്ന് പറയുമ്പം വിൻഡ് എനർജി, ബയോമാസ് എനർജി, ജിയോ തെർമൽ എനർജി ഒക്കെ പ്രകൃതിദത്തമായിട്ടുള്ളതാണ്. അത് റിന്യൂവബിൾ ആണ് അല്ലേ, തീർന്നു പോകാത്തതാണ്. അറ്റ് ദ സെയിം ടൈം നാച്ചുറൽ ഗ്യാസ് എനർജി എന്ന് പറയുന്നത് it must be a non-renewable energy അല്ലേ. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം. ഓപ്ഷൻ സി, നാച്ചുറൽ ഗ്യാസ് എനർജി. ഓക്കെ, renewable energy is energy that comes from a source that won't run out. They are natural and self-replenishing and are usually a low or zero carbon footprint. Okay. Examples of renewable energy sources എന്ന് പറയുമ്പോഴത്തേക്കും വിൻഡ് പവർ, സോളാർ പവർ, ബയോ എനർജി, ഓർഗാനിക് മാറ്റർ ബേൺഡ് ആസ് എ ഫ്യൂവൽ ആൻഡ് ഹൈഡ്രോ ഇലക്ട്രിക് ഇൻക്ലൂഡിങ് ടൈഡൽ എനർജി. അതായത് പ്രകൃതിദത്തമായിട്ടോ, ഇത് ഒരിക്കലും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പുറന്തള്ളലുകളൊന്നും അതിനുണ്ടാവത്തില്ല. പക്ഷേ ഈ ഫോസിൽ ഫ്യൂവലിൻ്റെ ഒക്കെ ബേണിംഗ് എന്ന് പറയുന്നത് കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും, ബട്ട് നമ്മളുടെ പ്രകൃതിയിലേക്ക് ഗ്രീൻ ഹൗസ് ഗ്യാസസ് തള്ളപ്പെടാനുള്ള സാധ്യതയെല്ലാം കൂടുതലാണ്. അപ്പോഴത്തേക്കും സോ ദീസ് റിന്യൂവബിൾ സോഴ്സസ് ആർ കൺസിഡർഡ് വൈറ്റൽ ഇൻ റേസ് ഓഫ് ടാക്കിൾ ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പം റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത് എന്താണ്, ഒരിക്കലും തീരാത്തതാണ്. അത് നാച്ചുറൽ ആയിരിക്കും, പ്രകൃതിദത്തമായിരിക്കും, അതുപോലെ തന്നെ സെൽഫ് റെപ്ലിനിഷിങ് ആയിരിക്കും. അപ്പം നാച്ചുറൽ ആണെന്നുള്ളത് കൊണ്ട് തന്നെ നാച്ചുറൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാകും. ഇത് റിന്യൂവബിൾ ആണോ, നാച്ചുറൽ ഗ്യാസ് അല്ലേ, സോ അത് റിന്യൂവബിൾ ആണോ എന്നൊരു തോന്നലുണ്ടാകാം. പക്ഷെ അല്ല, നാച്ചുറൽ ഗ്യാസ് എനർജി എന്ന് പറയുന്നത് ഒരു നോൺ റിന്യൂവബിൾ എനർജിയാണ്. ഓക്കെ, അതായത് റിന്യൂവബിൾ എന്ന് പറയുമ്പോൾ ഓർഗാനിക് മാറ്റർ ബേൺഡ് ആസ് ഫ്യൂവൽ, ഹൈഡ്രോ ഇലക്ട്രിസിറ്റി, സോളാർ പവർ, ബയോ എനർജി, വിൻഡ് പവർ ഒക്കെയാണ്. ബേണിംഗ് ഫോസിൽ ഫ്യൂവൽസ് ടു ക്രിയേറ്റ് ഇലക്ട്രിസിറ്റി ഹാസ് ലോങ് been a major contributor in the emission of greenhouse gases into our atmosphere. So these renewable sources are considered vital in the race to tackle climate change. Okay. അടുത്ത ചോദ്യം, 6ാമത്തെ ചോദ്യം, ഡാഷ് മേക്സ് അപ്പ് ദ. ഓക്കെ, നമ്മൾ 6ാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കൊന്ന് റിവിഷൻ ചെയ്താലോ ആദ്യം തൊട്ട്. അപ്പം നമുക്ക് ഒന്നേന്ന് പറഞ്ഞ് പിന്നെ റിവിഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഏറ്റവും അവസാനം കണ്ടിന്യൂസ് ആയിട്ട് 5 ക്വസ്റ്റ്യൻസ് വെച്ച് റിവിഷൻ ചെയ്ത് അങ്ങ് പോയാൽ പിന്നെ നമുക്ക് ആദ്യം തൊട്ട് എടുക്കണ്ടല്ലോ. സോ ഇതിപ്പം രണ്ടാമത് ഇപ്പം നമ്മൾ പഠിക്കുമ്പോൾ ഒന്ന് മനസ്സിൽ പതിയണം ഈ ചോദ്യങ്ങളെല്ലാം. ഇത്രയും ചോദ്യങ്ങൾ മാത്രമേ ഈ 2021 തൊട്ട് 24 വരെ ചോദിച്ചിട്ടുള്ളതെന്നുള്ളൊരു ദൃഢം ആക്കി നിങ്ങൾ വെക്കുക. കാരണം അത് അത്രയേ ഉള്ളൂ, ഞാൻ അനലൈസ് ചെയ്തതാണ്. സോ ഇന്ത്യയുടെ ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് സ്പേസ് ആസ്ട്രോണോമി ഒബ്സർവേറ്ററി എന്ന് പറയുന്നത് ആസ്ട്രോസ്റ്റാറ്റ് ആണ്. സ്പേസ് ആസ്ട്രോണോമി ഒബ്സർവേറ്ററി എന്ന് പറയുന്ന ആസ്ട്രോസ്റ്റാറ്റ് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ മൾട്ടി വേവ് ലെങ്ത് സ്പേസ് ഒബ്സർവേറ്ററി എന്നും ഇത് അറിയപ്പെടും. ഇത് ഇറ്റ് എയിംഡ് അറ്റ് സ്റ്റഡിയിങ് ദ സെലസ്റ്റിയൽ സോഴ്സസിന് ഏതൊക്കെ ബാൻഡുകളിലാണ്, എക്സ്റേ, ഒപ്റ്റിക്കൽ ആൻഡ് UV ബാൻഡ് സൈമൾട്ടേനിയസ്ലി. ഈ മൂന്ന് ബാൻഡുകളിലും ഉള്ള എന്താ പറയുക, സെലസ്റ്റിയൽ സോഴ്സസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ആസ്ട്രോസ്റ്റാറ്റിന് പറ്റും. ആസ്ട്രോസ്റ്റാറ്റ് എന്ന് പറയുന്നത് 1515 കിലോഗ്രാം ഉള്ള ഒരു ഇതാണ്. ലോഞ്ച്ഡ് ബൈ ദ PSLV. ഓക്കെ, by the Indian launch vehicle PSLV from Satish Dhawan Space Center on 2015 September 28. അപ്പം 650 കിലോമീറ്റർ ഓർബിറ്റിലേക്ക് 6 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും ഇക്വേറ്ററിനോട് കൂടി ഇത് നിൽക്കുന്നത്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്തേക്ക്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും ന്യൂറോൺ സ്റ്റാർസിനെ, അതുപോലെ തന്നെ ബ്ലാക്ക് ഹോളിനെയൊക്കെ, ഹൈ എനർജീസിനെ, ബൈനറി സ്റ്റാർ സിസ്റ്റത്തിനെയൊക്കെ പറ്റിയുള്ള പഠനത്തിന് വേണ്ടിയിട്ട് ന്യൂറോൺ സ്റ്റാറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ
നക്ഷത്രങ്ങളുടെ ഉത്ഭവം, അത് ബിയോണ്ട് ഗാലക്സി, അതിൻ്റെ പഠനം, അതുപോലെ തന്നെ ഡിറ്റക്ട് ന്യൂ ബ്രീഫ്ലി ബ്രൈറ്റ് എക്സ്റേ സോഴ്സസ് ഇൻ ദ സ്കൈ, പെർഫോം എ ലിമിറ്റഡ് ഡീപ്പ് ഫീൽഡ് സർവേ ഓഫ് ദ യൂണിവേഴ്സ് ഇൻ ദ UV റീജിയൻ. ഇത്രയും കാര്യങ്ങളിലേക്കുള്ള പഠനമാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ്? ന്യൂക്ലിയർ എനർജിയാണ് നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സസ്. നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും സമയത്തിനനുസൃതമായിട്ട് അത് ഡിപ്ലീറ്റ് ആയി പോകാം. ഇറ്റ് ഈസ് ക്രൂഷ്യൽ ടു അണ്ടർസ്റ്റാൻഡ് ദ റെസ്പോൺസിബിളി യൂട്ടിലൈസ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്. നോൺ റിന്യൂവബിൾ എനർജി എൻകോംപസ് ഫോസിൽ ഫ്യൂവൽസ് ലൈക്ക് കോൾ, ക്രൂഡ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ്. ഓക്കെ, അതോടൊപ്പം തന്നെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ എർത്ത് ഒബ്സർവേറ്ററി സാറ്റലൈറ്റ് വിച്ച് ഇസ് പ്ലേസ്ഡ് ഇൻ ജിയോസിൻക്രണസ് ട്രാൻസ്ഫർ ഓർബിറ്റ് ബൈ GSLV F10 ഏതാണ്? GSAT-1 ആണ്. GSAT-1നെ പറ്റി കുറച്ച് കാര്യങ്ങൾ അപ്പോൾ അതിനോടനുബന്ധിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. GSAT-1 എന്ന് പറയുന്നത് ഒരു ഇറ്റ് പ്രൊവൈഡ്, എന്തെല്ലാമാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്നുള്ളത് നോക്കാം. ഇറ്റ് പ്രൊവൈഡ് എ റിയൽ ടൈം ഇമേജിംഗ് ഓഫ് ലാർജ് ഏരിയ ഓഫ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് ഫ്രീക്വൻറ്റ് ഇൻ്റർവെല്ലിൽ റിയൽ ടൈം ഇമേജിംഗ്, നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ ഇമേജിംഗ് പ്രൊവൈഡ് ചെയ്യും. ദിസ് സാറ്റലൈറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ ക്വിക്ക് മോണിറ്ററിംഗ് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഓർ എനി ഷോർട്ട് ടേം ഇവൻറ്റ്സ് ഓർ എപ്പിസോഡ്സ്. ഓക്കെ, ഈ സാറ്റലൈറ്റ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും ഇൻ ക്വിക്ക് മോണിറ്ററിംഗ് ദ നാച്ചുറൽ ഡിസാസ്റ്റർ. Okay, and it would help in the spectral signatures of agriculture, forestry, mineralogy, etc. It would also help in disaster management by issuing regular warning, cloud properties, snow and glacier, and oceanography. Okay. അടുത്തത് നാലാമത്തെ ചോദ്യം, ഇതിൽ എന്താ മാർക്കറ്റിംഗ് ആം ഓഫ് ISRO എന്നറിയപ്പെടുന്നത് ഏതാണ്? വിച്ച് മാർക്കറ്റ് സ്പേസ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ഓഫ് ISRO ടു ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ കസ്റ്റമേഴ്സ്? ഡൊമസ്റ്റിക് കസ്റ്റമേഴ്സിനും ഇൻ്റർനാഷണൽ കസ്റ്റമേഴ്സിനും സ്പേസ് പ്രൊഡക്ട്സും അതുപോലെ തന്നെ ISROയുടെ സേവനവും മാർക്കറ്റ് ചെയ്യുന്ന ഏജൻസിയാണ് ആൻഡ്രിക്സ് എന്ന് പറയുന്നത്. ആൻഡ്രിക്സ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് 1992 സെപ്റ്റംബർ 28 ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്തത്. ആൻഡ് ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിൻ്റെ കീഴിലാണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ മാർക്കറ്റിംഗ് കൊമേഴ്ഷ്യൽ ആം ഓഫ് ISRO എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ അതുപോലെ ആൻഡ്രിക്സ് പ്രൊമോട്ട്സ് ആൻഡ് കൊമേഴ്ഷ്യലി മാർക്കറ്റ് ദ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് എമിനേറ്റിംഗ് ഫ്രം ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം ആൻഡ് ഇറ്റ് അവാർഡഡ് മണിരത്ന സ്റ്റാറ്റസ് ഇൻ 2008. ഓക്കെ, പിന്നെ അഞ്ചാമത്തെ ചോദ്യം, വിച്ച് അമോങ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ റിന്യൂവബിൾ എനർജി സോഴ്സ്? നാച്ചുറൽ ഗ്യാസ് ആണ് നോട്ട് എ റിന്യൂവബിൾ എനർജി സോഴ്സ്. റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് റൺ ഔട്ട്, ഇറ്റ് വോണ്ട് റെപ്ലിനിഷ്. ഓക്കെ, ദേ ആർ നാച്ചുറൽ ആൻഡ് സെൽഫ് റെപ്ലിനിഷിങ് ആൻഡ് യൂഷ്വലി ഹാവ് ലോ ഓർ സീറോ കാർബൺ ഫുട് പ്രിൻറ്റ്. അതായത് കാർബൺ എമിഷൻസ് ഉണ്ടാവത്തില്ല. ഓക്കെ, ഇപ്പോൾ സോളാർ എനർജിക്ക് കാർബൺ എമിഷൻസ് ഉണ്ടോ? ഇല്ല. വിൻഡ് എനർജിക്ക് കാർബൺ എമിഷൻ ഉണ്ടോ? ഇല്ല. അതിൻ്റെ പ്രൊഡക്ഷനും അതിൻ്റെ കൺസംഷനും ഒന്നിനുമില്ല. അപ്പോൾ ബേണിംഗ് ഫോസിൽ ഫ്യൂവൽ ടു ക്രിയേറ്റ് ഇലക്ട്രിസിറ്റി ഹാസ് ലോങ് ബീൻ ഏബിൾ ടു കോൺട്രിബ്യൂട്ടർ ഓഫ് ദ ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അറ്റ് ദ സെയിം ടൈം നോൺ റിന്യൂവബിൾ ആകുമ്പോഴത്തേക്കും അതിന് എന്താ പറയുക, പ്രകൃതിയിലേക്ക് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒക്കെ പുറന്തള്ളപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് പറയുന്നത് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന ഒന്നാണെന്നാണ് പറയുന്നത്. ഇനി ആറാമത്തെ ചോദ്യം, ഡാഷ് മേക്ക് അപ്പ് ദ മേജർ ഷെയർ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്? കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ, നൈട്രസ് ഓക്സൈഡ്. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലേ. സോ അത് മാർക്ക് ചെയ്യാം, എ ആണ്. ആൻഡ് ഇതിനകത്ത് നമുക്ക് വലിയ ഡിസ്കഷൻ്റെ കാര്യമില്ല, കാരണം ഞാൻ ഇനിയും ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പം നമുക്ക് എന്തെല്ലാമാണ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്നുള്ളത് നോക്കാം. അത് വേറെ ചോദ്യത്തിൽ വരുന്നുള്ളത് കൊണ്ട് ഞാൻ ഈ ചോദ്യത്തിൽ കടത്തിയിട്ടില്ല. നമുക്ക് വേറെയുള്ള ആ ഒരു ചോദ്യത്തിൽ അത് കോമ്പീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഏഴാമത്തെ ചോദ്യം, വിച്ച് among the following is not a major element of sustainable development? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനത്തിൻ്റെ ഭാഗമല്ലാത്തത്. ക്ലൈമറ്റ് ചേഞ്ച്, എക്കണോമിക് ഗ്രോത്ത്, സോഷ്യൽ ഇൻക്ലൂഷൻ, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഏതാണ്? എക്കണോമിക് ഗ്രോത്ത് ഉണ്ട് അല്ലേ, സോഷ്യൽ ഇൻക്ലൂഷൻ ഉണ്ട്, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ക്ലൈമറ്റ് ചേഞ്ച് ആണ് ഉത്തരം. ഓക്കെ, ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ലോങ് ടേം ഷിഫ്റ്റ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് വെതർ പാറ്റേൺ ദാറ്റ് മേ ബി നാച്ചുറൽ സച്ചസ് ത്രൂ വേരിയേഷൻസ് ഇൻ സോളാർ സൈക്കിൾ ഓർ ആസ് എ റിസൾട്ട് ഓഫ് ആന്ത്രപ്പോജനിക് ആക്ടിവിറ്റീസ് സച്ചസ് കാർബൺ എമിഷൻസ്. ഓക്കെ, ആൻഡ് ഓൾസോ സിൻസ്
1800, okay, 1800s, human activities, primarily the combustion of fossil fuel like coal, oil and gas, have been primary cause of the climate change. Fossil fuel combustion produces greenhouse gas emission that serve as a blanket around the earth, trapping heat from the sun and increasing temperature. Okay, Carbon dioxide and methane are the two prominent greenhouse gas emissions that are contributing to climate change. These are produced, for instance, by burning coal or gasoline. Carbon dioxide can also be released during forest and land clearing, and methane is emitted primarily by waste landfills. Among all, major emitters are energy, industry, transportation, building, agriculture, land use, etc. Okay. ഒന്നും കൂടെ നമുക്ക് പറയാം. ക്ലൈമറ്റ് ചേഞ്ച് ആണ് സസ്റ്റൈനബിൾ ഗ്രോത്തിൻ്റെ ഭാഗമല്ല, ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമല്ലാത്തത്. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ചൂട് അല്ലേ, ഇപ്പോഴൊക്കെ എന്ത് ചൂടാണ്, അത് കാരണം എന്താ, ക്ലൈമറ്റ് ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. നമുക്കുണ്ടാകുന്ന ചൂട്, നമ്മളുടെ വെതർ പാറ്റേൺസ്, ഇതൊക്കെ എൻറ്റയർലി എന്താ പറയുക ചേഞ്ച് ആവുന്നത്, ലോങ് ടേം ആയിട്ട് ചേഞ്ച് ആകുന്നത് കൊണ്ട്, അതായത് കുറേ കാലഘട്ടങ്ങൾക്ക് ശേഷം ഭയങ്കരമായിട്ട് ചേഞ്ച് അല്ലേ സംഭവിച്ചിരിക്കുന്നത്, അതാണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. ത്രൂ വേരിയേഷൻസ് ഇൻ ദ സോളാർ സൈക്കിൾ ഓർ റിസൾട്ട് ഓഫ് ആന്ത്രോപോജനിക് ആക്ടിവിറ്റീസ് സച്ച് as കാർബൺ എമിഷൻ. since 1800s, ഹ്യൂമൻ ആക്ടിവിറ്റി എന്തെല്ലാമാണ്, ഫോസിൽ ഫ്യൂവലിൻ്റെ കമ്പഷൻ, അതുപോലെ തന്നെ കോള്, ഓയിൽ, ഗ്യാസ്, ഇവയുടെയൊക്കെ കമ്പഷനൊക്കെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമാവും. ഫോസിൽ ഫ്യൂവൽ കമ്പഷൻ പ്രൊഡ്യൂസസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ദാറ്റ് സെർവ് as a blanket around the earth, okay, trapping heat from the sun and increasing temperature. Okay, fossil fuel combustion produces greenhouse gas emission that serve as a blanket around the earth, trapping heat from the sun and increasing the temperature. Carbon dioxide and methane are the two prominent greenhouse gas emissions that are contributing to climate change. These are produced, for instance, by burning coal or gasoline. Carbon dioxide can also be released during forest and land clearing. അല്ലേ, കാർബൺ ഡയോക്സൈഡ് ഫോറസ്റ്റിൻ്റെ ലാൻഡ് ക്ലിയറിങ്ങിൻ്റെ ഒക്കെ സമയത്ത് റിലീസ് ആയിക്കൂടെ? Yes. Among all, major emitters are energy, industry, ട്രാൻസ്പോർട്ടേഷൻ, ബിൽഡിംഗ്, അഗ്രികൾച്ചർ, ആ മേഖലയിലൊക്കെയുള്ള എന്താ പറയുക, അവിടെ നിന്നെല്ലാം തന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസസ്, അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡ് എല്ലാം ആകപ്പെടാം. അപ്പം നേരത്തെ നമ്മളൊരു ചോദ്യം കണ്ടായിരുന്നു, ഏതാണ് പ്രോമിനൻറ്റ് മേജർ ഷെയർ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ എന്ന്. അതിൻ്റെയും കൂടെ ഒരു ഡെഫിനിഷനാണിത്, കണ്ടോ. കാർബൺ ഡയോക്സൈഡ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കാർബൺ ഡയോക്സൈഡ് ആൻഡ് മീഥെയിൻ ആർ ദ ടു പ്രോമിനൻറ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ദാറ്റ് ആർ കോൺട്രിബ്യൂട്ടിംഗ് ടു ക്ലൈമറ്റ് ചേഞ്ച്. ആ സംഭവം തന്നെയല്ലേ ഇവിടെ ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. സി, ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചേഞ്ച് കോൺട്രിബ്യൂട്ടേഴ്സ് ഏതാണ്? അത് എന്താ, ഗ്യാസലിനും ബേണിംഗ് ഓഫ് കോളിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇത് കൂടുന്നത്. അപ്പം ഇറ്റ് ക്യാൻ ബി ഓൾസോ ബി റിലീസ്ഡ് ഡ്യൂറിങ് ഫോറസ്റ്റ് ആൻഡ് ലാൻഡ് ക്ലിയറിങ്. മരം വെട്ടുമ്പോഴും അതുപോലെ തന്നെ കച്ചി, വൈക്കോൽ, ഹേസ് ഒക്കെ കത്തിക്കുമ്പോഴൊക്കെ ഇതിങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമ്മൾ 8ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ദ സക്സസ്ഫുൾ ലോഞ്ചിങ് ഓഫ് PSLV C52 വിത്ത് EOS 404 in February 2022 by ISRO. ഒന്നാമത്തെ, അതായത് EOS PSLV C52ൻ്റെ സക്സസ്ഫുൾ ലോഞ്ചിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. വിത്ത് EOS 4 എർത്ത് ഒബ്സർവേറ്ററി സാറ്റലൈറ്റ്, അതിൻ്റെ ലോഞ്ചിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ദ സാറ്റലൈറ്റ് EOS 4 ഈസ് റിലീസ്ഡ് അറ്റ് UR Rao സാറ്റലൈറ്റ് സെൻറ്റർ, ബംഗളൂരു. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്: The satellite EOS 4 is a radar imaging satellite designed to provide high quality images under all weather conditions. പിന്നെ പറയുന്നത്, the vehicle also placed 2 small satellites. ഇതിൽ ഏതെല്ലാമാണ് കറക്റ്റ്? only 1, only 2, only 1 and 2, all the above. ഏതാണ് കറക്റ്റ്? അതായത് സാറ്റലൈറ്റ് EOS എന്ന് പറയുന്നത് എവിടെയാണ്? UR Rao സാറ്റലൈറ്റ് സെൻറ്റർ ബംഗളൂരുവിൽ വെച്ചാണ് റിലീസ് ചെയ്തത്. ശരിയാണ് കേട്ടോ. അപ്പോൾ 1 ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമായി. അപ്പോൾ ഓപ്ഷൻ B അല്ലെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. only 2 എന്നുള്ളത് മാറ്റാം. The satellite EOS 4 is radar imaging satellite designed to provide high quality images under all weather condition. ഏത് കാലാവസ്ഥയിലാണെങ്കിലും ഹൈ ക്വാളിറ്റി ഇമേജ് പ്രൊവൈഡ് ചെയ്യും. യെസ്. The vehicle also placed 2 small satellite. Yes. അപ്പോൾ ഓപ്ഷൻ D ആണ് കറക്റ്റ് ഉത്തരം. ഓക്കെ, all the above is correct.
EOS എന്ന് പറയുന്നത് 1710 കിലോഗ്രാം ഭാരം വരുന്ന ഒരു 10-year ഡിസൈൻഡ് ആയിട്ടുള്ള 10-year ലൈഫുള്ള ഒരു ഹൈ ക്വാളിറ്റി ഇമേജ് എല്ലാ വെതർ കണ്ടീഷനിലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാറ്റലൈറ്റ് ആണ്. ദാറ്റ് ആപ്ലിക്കേഷൻസ് എന്നൊക്കെ പറയുന്നത് അഗ്രികൾച്ചർ, ഫോറസ്ട്രി, പ്ലാന്റേഷൻ, സോയിൽ മോയ്സ്ചർ, ഹൈഡ്രോളജി, ഫ്ലഡ് മാപ്പിംഗ്, ഇവയിലെല്ലാം തന്നെ ഇത് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, അത് കാരണം അത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ. കൂടുതൽ ഞാൻ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നില്ല. അപ്പം കാരണം എന്താ, ഇത്രയും നമ്മൾ മാക്സിമം നമ്മൾ ആ പോയിന്റിലൂടെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഇത് സ്റ്റേറ്റ്മെന്റിലൂടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, എന്താണ് ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ് ലോഞ്ച് ചെയ്തത് അല്ലേ, UR റാവു സാറ്റലൈറ്റ് സെന്ററിൽ വെച്ചിട്ട് ഹൈ ക്വാളിറ്റി ഏത് ഈ വെതർ കണ്ടീഷനിലും കൊടുക്കാൻ പറ്റും. ഓൾസോ പ്ലേസ് 2 സ്മോൾ സാറ്റലൈറ്റ് 2. അപ്പം ഇതെന്ന് പറയുന്നത് 1710 കിലോഗ്രാം ഭാരമുള്ള ഒരു 10 വർഷം ലൈഫ് കൊടുത്തിട്ടുള്ള ഒരു ദാറ്റ് പ്രൊവൈഡ് ഹൈ ക്വാളിറ്റി ഇമേജസ് അണ്ടർ ഓൾ വെതർ കണ്ടീഷൻസ് ഫോർ ആപ്ലിക്കേഷൻ സച്ച് ആസ് അഗ്രികൾച്ചർ, ഫോറസ്ട്രി, പ്ലാന്റേഷൻ, സോയിൽ മോയ്സ്ചർ, ഹൈഡ്രോളജി ആൻഡ് ഫ്ലഡ് മാപ്പിംഗ്. ഓക്കെ, ഇനി 9th ചോദ്യമാണ്. Name the satellite which is not launched by PSLV C-52 rocket of ISO on 14th February 2022 of ISRO. Okay, EOS-04, അതുപോലെ തന്നെ INS-2TD, CM-01, ഇൻസ്പയർ സാറ്റ്. അപ്പോൾ PSLV C-52 എന്ന് പറയുമ്പോൾ തന്നെ എന്തുമായിട്ട് റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ 14th February 2022 എന്ന് പറയുന്ന വർഷം എന്തുമായിട്ട് റിലേറ്റഡ് ആണ്, അങ്ങനെയൊക്കെ പല തരത്തിൽ മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി, CMS-01 ആണ് ഇതിൻ്റെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് കേട്ടോ. CMS-01 എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണെന്ന് ആദ്യം മനസ്സിലാക്കുക. അതിൻ്റെ സ്പെക്ട്രം മനസ്സിലാക്കുക. ദാറ്റ് പ്രൊവൈഡിങ് സർവീസ് ഇൻ എക്സ്റ്റൻഡഡ് C-band frequency spectrum. The C-band is a designation for a portion of electromagnetic spectrum in microwave range frequency of, അതിൻ്റെ ഫ്രീക്വൻസി മനസ്സിലാക്കുക 4 തൊട്ട് 8 GHz range ആണ്. The C-band is a designation for a portion of electromagnetic spectrum in the microwave length range of this much GHz. Okay. its coverage will include Indian mainland. Important ആണ്. ഏതൊക്കെ മേഖലയാണ് കവർ ചെയ്യുന്നത്? ഇന്ത്യൻ മെയിൻലാൻഡ്, ആൻഡമാൻ നിക്കോബാർ ആൻഡ് ലക്ഷദ്വീപ് ഐലൻഡ് കവർ ചെയ്യും. സാറ്റലൈറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ഹാവ് എ ലൈഫ് ഓഫ് മോർ ദാൻ 7 years. 7 വർഷത്തിൽ അധികം ലൈഫ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ആൻഡ് ഓൾസോ ദ സാറ്റലൈറ്റ് വാസ് ഇൻജക്റ്റഡ് പ്രിസൈസ്ലി ഇൻ ടു ഇറ്റ്സ് പ്രീ ഡിഫൈൻഡ് സബ് ജിയോ സിൻക്രണസ് ട്രാൻസ്ഫർ ഓർബിറ്റ്. Eventually it will be placed into its specified slot in the geosynchronous orbiter after a series of maneuvers. അപ്പോൾ നമ്മൾ 3 പോയിന്റുകൾ അതിനെ റിലേറ്റ് ചെയ്ത് പറഞ്ഞു അല്ലേ. ഇറ്റ്സ് കവറേജ് എന്ന് പറയുന്നത് ഇന്ത്യൻ മെയിൻലാൻഡ്, ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് ഐലൻഡുകൾ കവർ ചെയ്യും. അപ്പം 7 വർഷം അതിനധികം ലൈഫ് എക്സ്പെക്റ്റൻസി ഉണ്ട്. ദ സാറ്റലൈറ്റ് വാസ് ഇൻജക്റ്റഡ് പ്രിസൈസ്ലി ഇൻ ടു ദ പ്രീ ഡിഫൈൻഡ് സബ് ജിയോ സിൻക്രണസ് ട്രാൻസ്ഫർ ഓർബിറ്റ്. GTOയിലേക്കാണ് കടത്തിവിട്ടിരിക്കുന്നത്. ഏത് സാറ്റലൈറ്റ് ഏത് ഓർബിറ്റിലേക്കാണ്? ജിയോ സിൻക്രണസ് ട്രാൻസ്ഫർ ഓർബിറ്റ്. ആൻഡ് placed into a specified slot in the geosynchronous orbit after a series of maneuvers. Okay. അപ്പോൾ ഇതിൻ്റെ വർഷം ഒന്ന് നോട്ട് ചെയ്തേക്കുക. 14th February 2022 ആണ്. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അടുത്ത ചോദ്യം, 10th ചോദ്യം. Global warming can be controlled by increasing deforestation, reducing efficiency of energy use, reducing deforestation, increasing the use of fossil fuel, increasing deforestation, slowing down the growth of human population, reducing deforestation, cutting down use of fossil fuel. Of course, നമുക്കതിനൊരു വ്യത്യസ്തമായ മറുപടി ആർക്കും ഇല്ലെന്ന് വിശ്വസിക്കുന്നു. ഓപ്ഷൻ ഡി തന്നെയാണ് കറക്റ്റ് ഉത്തരം കേട്ടോ. ഗ്ലോബൽ വാർമിംഗ് എന്താണെന്നും കൂടെ നമുക്ക് ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് നോക്കാം. ഗ്ലോബൽ വാർമിംഗ് റെഫേഴ്സ് ടു ദ ലോങ് ടേം ഇൻക്രീസ് ഇൻ ദ എർത്ത്സ് ആവറേജ് സർഫസ് ടെമ്പറേച്ചർ ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റി. മനുഷ്യൻ്റെ പ്രക്രിയകൾ കാരണം എന്താ പറയുക, ലോങ് ടേം ഇൻക്രീസ് ഇൻ ദ എർത്ത്സ് ആവറേജ് സർഫസ് ടെമ്പറേച്ചർ, ടെമ്പറേച്ചറിന് ഭയങ്കര വ്യതിയാനം സംഭവിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിന് കാരണമെന്ന് പറഞ്ഞാൽ കുറച്ച് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എല്ലാം നമ്മുടെ ഈ പ്രകൃതിയിലേക്ക്, അറ്റ്മോസ്ഫിയറിലേക്ക് പുറന്തള്ളപ്പെടുന്നുണ്ട്. അതിനോടനുബന്ധിച്ച്
നമ്മുടെ ഗ്ലോബ് വാം ചെയ്യുവാണെന്നാണ് പറയുന്നത്. അതായത് സാധാരണ രീതിയിൽ ഇപ്പം തന്നെ നമുക്ക് ടെമ്പറേച്ചർ അറിയാം. ഇപ്പം സാധാരണ പണ്ടത്തെ കാലത്തെ മാർച്ച് ഏപ്രിൽ മെയ് ടെമ്പറേച്ചർ അല്ല ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. AC ഇല്ലാതെ പറ്റാത്ത അവസ്ഥയാണ്. ദ IPCC റിപ്പോർട്ട് റിവീൽസ് ദാറ്റ് എർത്ത് ഹാസ് വാംഡ് ബൈ 1.1 ഡിഗ്രി സെൽഷ്യസ് സിൻസ് 1850 to 1900 and anticipates a likelihood of reaching exceeding 1.5 degree Celsius warming the next 20 years. അതായത് 1.5 ഡിഗ്രി ഹൈക്കായിരിക്കും ഇതിനകത്ത് ടെമ്പറേച്ചറിൽ ഉണ്ടാവുക എന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ലോങ് ടേം ഇൻക്രീസ് ഇൻ ദ എർത്ത്സ് ആവറേജ് സർഫസ് ടെമ്പറേച്ചർ ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റി. മനുഷ്യൻ്റെ പ്രക്രിയകൾ കൊണ്ട് തന്നെയാണ് ഈ ഗ്രീൻ ഹൗസ് എമിഷൻസ് വരുന്നത്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് പുറന്തള്ളപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നത്. The IPCC reports reveals Earth has warmed by about 1.1 degree Celsius since 1850 to 1900 and anticipates a likelihood of reaching exceeding 1.5 degree Celsius in the next 20 years എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും ഈ ഒരു 5 ചോദ്യങ്ങളും നമുക്ക് 6ാമത്തെ ചോദ്യം തൊട്ട് 10ാമത്തെ ചോദ്യം വരെ ഒന്നും കൂടെ ഒന്ന് നോക്കാം അല്ലേ. അപ്പോൾ മേജർ ഷെയർ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ എന്ന് പറയുന്നത് ഏതിനാണ് കൊടുക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, ഈവൻ കാർബൺ ഡൈ ഓക്സൈഡ് മീഥൈനും എന്നുണ്ടെങ്കിൽ മീഥൈനെക്കാട്ടിലും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. പിന്നെ പറയുന്നത് 7ാമത്തെ ചോദ്യമാണ്, അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമല്ലാത്ത, സുസ്ഥിര വികസനത്തിൻ്റെ ഭാഗമല്ലാത്തത്. എക്കണോമിക് ഗ്രോത്ത് സുസ്ഥിര വികസനത്തിൻ്റെ ഭാഗമാണ്, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ അതിൻ്റെ ഭാഗമാണ്, സോഷ്യൽ ഇൻക്ലൂഷനും ഭാഗമാണ്. ക്ലൈമറ്റ് ചേഞ്ച് അതിൻ്റെ ഭാഗമല്ല അല്ലേ. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലോങ് ടേം ഷിഫ്റ്റ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് വെതർ പാറ്റേൺ. അതായത് ഒരു 10 വർഷത്തോടടുപ്പിച്ച് ഇങ്ങനെ കംപ്ലീറ്റ് ഡിഫറൻസ് ഉണ്ടാകുന്നതിനാണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. നമ്മുടെ ആക്ടിവിറ്റീസ് അതൊക്കെ തന്നെയാണ് അതിൻ്റെ റീസൺ. മേജർ കോൺട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞാൽ കാർബൺ തന്നെയാണ്. അപ്പോൾ 1800 തൊട്ടിട്ട് മനുഷ്യൻ്റെ കമ്പഷൻ ഓഫ് ഫോസിൽ ഫ്യൂവലുകൾ അതൊക്കെ ഇതിന് കാരണമാണ്. ഇതൊക്കെ ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാണ്. കോല്, ഓയിലിന്, ഗ്യാസിനൊക്കെ പ്രൈമറി വ്യത്യാസങ്ങൾ സംഭവിക്കും. ഫോസിൽ ഫ്യൂവൽ കമ്പഷൻ പ്രൊഡ്യൂസസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ദാറ്റ് സെർവ് എസ് എ ബ്ലാങ്കറ്റ് അറൗണ്ട് എർത്ത് ട്രാപ്പിംഗ് ഹീറ്റ് ഫ്രം ദ sun and increasing temperature. അതായത് ഒരു എർത്തിന് ചുറ്റും ഒരു വലയം പോലെ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് ഇങ്ങനെ നിന്ന് കളിക്കുകയാണ്. അപ്പോഴത്തേക്കും ഹീറ്റ് ട്രാപ്പ് ചെയ്യപ്പെടും. തിരിച്ച് പോകാൻ, സണ്ണിൽ നിന്നുള്ള ഹീറ്റ് ട്രാപ്പ് ചെയ്യും, തിരിച്ച് പോകാൻ സമ്മതിക്കത്തില്ല. അതുതന്നെയാണല്ലോ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയുന്നത്, ശൈത്യ രാജ്യങ്ങളിലെല്ലാം ചെയ്യുന്നത്. അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് ഗ്രീൻ ഹൗസ് ഗ്യാസ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ഗ്ലാസ് ഹൗസ് ഉണ്ടാക്കും, സൂര്യൻ്റെ വെട്ടം കടത്തിവിട്ട് കഴിഞ്ഞിട്ട് അത് അടച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് അതൊരു ബ്ലാങ്കറ്റ് പോലെ അതിങ്ങനെ വലയം വെച്ച് നിൽക്കും. ആ ചൂട് ചെടികൾക്ക് കിട്ടുകയും ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡും മീഥൈനുമാണ് പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്, ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാരണമായിട്ടുള്ള സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ ദീസ് ആർ പ്രൊഡ്യൂസ് ഫോർ ബേണിംഗ് ഓഫ് ഗ്യാസലിൻസ്, ബേണിംഗ് കോൾ ഓർ ഗ്യാസലിൻസ്. അതുപോലെ തന്നെ ഫോറസ്റ്റ് ക്ലിയറിങ്ങിൻ്റെ സമയത്ത് വൈക്കോല്, കച്ചിയൊക്കെ കത്തിക്കുമ്പോഴൊക്കെ മീഥൈൻ പുറന്തള്ളപ്പെടാം. ആൻഡ് ഓൾസോ മേജർ എമിറ്റേഴ്സ് ആർ എനർജി, ഇൻഡസ്ട്രി, ട്രാൻസ്പോർട്ടേഷൻ, ബിൽഡിംഗ്, അഗ്രികൾച്ചർ ആൻഡ് ലാൻഡ് യൂസ്. ഓക്കെ, അടുത്തത് നമ്മുടെ PSLV C-52 പോയിട്ടുള്ള EOS 04 സാറ്റലൈറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കണക്റ്റിംഗ് ഫാക്റ്റുകൾ ചോദിച്ചിരിക്കുകയാണ്. എല്ലാം കറക്റ്റാണ് ആ ചോദ്യത്തിൽ ഉത്തരം അല്ലേ, സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം. EOS 04 എന്ന് പറയുമ്പോൾ ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട്, ഇറ്റ് ഈസ് സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്ത വെഹിക്കിൾ PSLV C-52 ആണ്. 2022 ഫെബ്രുവരിയിലാണ് ഇത് വിക്ഷേപിച്ചിട്ടുള്ളത് ഇൻ UR Rao സാറ്റലൈറ്റ് സെൻറ്റർ ബാംഗ്ലൂർ. പിന്നെ അതുപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ് എ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള radar imaging satellite. The satellite EOS 04 is a radar imaging satellite designed to provide high quality images under all weather conditions. The vehicle also plays 2 small satellite. Okay, ഇത് കഴിഞ്ഞിട്ട് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EOS 04 എന്ന് പറയുന്നത് 1710 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു 10 വർഷത്തേക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ള ഹൈ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന എന്തിൻ്റെയൊക്കെ, അഗ്രികൾച്ചറിൻ്റെ, ഫോറസ്ട്രിയുടെ, പ്ലാന്റേഷൻ്റെ, സോയിൽ മോയ്സ്ചറിൻ്റെ, ഹൈഡ്രോളജിയുടെ, ഫ്ലഡ് മാപ്പിങ്ങിൻ്റെയൊക്കെ ഹൈ ക്വാളിറ്റി പിക്ചർ പ്രൊവൈഡ് ചെയ്യുന്നൊരു സാറ്റലൈറ്റ് ആണ്. ഓക്കെ, അതോടൊപ്പം തന്നെ ISROയുടെ C-52 2022 ഫെബ്രുവരി 14 വിക്ഷേപിച്ചിട്ടുള്ള സാറ്റലൈറ്റ് ഏതാണ്? വിച്ച് ഇസ് നോട്ട് ലോഞ്ച്ഡ് ബൈ PSLV C-52. EOS 04 ഇച്ചിരി മുമ്പേ നമ്മൾ പഠിച്ചതാണ്, വിക്ഷേപിച്ചതാണ്. INS 2TD വിക്ഷേപിച്ചതാണ്. ഐ തിങ്ക് ഞാൻ ആദ്യം വിക്ഷേപിച്ചിട്ടുള്ളതെന്നാണോ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും കൊള്ളാം, വിക്ഷേപിക്കാത്തതാണ് കേട്ടോ, നോട്ടാണേ, അത് നോട്ട് ചെയ്തേക്കുക. ഞാൻ ആദ്യത്തെ സെഷൻ ഓഫ്
ടൈം പറഞ്ഞപ്പോൾ സാറ്റലൈറ്റ് വിച്ച് ഈസ് ലോഞ്ച്ഡ് എന്നുള്ള രീതിക്കാണോ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. PSLV C-52വിൻ്റെ ഒന്ന് അങ്ങനെയാണ് പറഞ്ഞെങ്കിൽ ഇപ്പം ഞാൻ കറക്റ്റ് ചെയ്യുന്നു, അങ്ങനെ അല്ല പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പം C-52 എന്ന് പറയുന്ന വെഹിക്കിളിലൂടെ പോയിട്ടുള്ള സാറ്റലൈറ്റ് എന്ന് പറയുന്നത് EOS-04 INS-2D InspireSat-1 ആണ്. അതിലൂടെ അല്ലാത്ത, നോട്ട് ചെയ്യുക, നെയിം ദ സാറ്റലൈറ്റ് വിച്ച് ഇസ് നോട്ട് ലോഞ്ച്ഡ് ബൈ PSLV C-52 ഈസ് CMS-01. നോട്ട് ചെയ്യുക. ഞാൻ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഐ എം ആസ്കിങ് സോറി ആൻഡ് കറക്റ്റിംഗ് ഇറ്റ് റൈറ്റ് നൗ. ഓക്കെ, വിച്ച് ഇസ് നോട്ട് ലോഞ്ച്ഡ് ബൈ PSLV C-52 ഈസ് CMS-01. അപ്പോൾ CMS-01ന് അപ്പോൾ EOS-04 ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണല്ലേ, സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ട് PSLV C-52യിലൂടെയാണ് ലോഞ്ച് ചെയ്തതെന്ന്. അപ്പോൾ അല്ലാത്തത് എന്ന് പറയുന്നത് CMS-01 ആണ്. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. CMS-01 എന്നൊരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ് ദാറ്റ് പ്രൊവൈഡിംഗ് സർവീസസ് എക്സ്റ്റെൻഡിംഗ് C-band frequency spectrum. The C-band is designation for a portion of electromagnetic spectrum in microwave ranging from 4 to 8 GHz. ഓക്കെ, ഇത് ഇന്ത്യൻ മെയിൻലാൻഡിൽ, ആൻഡമാനിൽ, അതുപോലെ ലക്ഷദ്വീപിലെയൊക്കെ കവറേജ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. 7 വർഷം എക്സ്പെക്ട് ചെയ്യുന്നൊരു ലൈഫ് എക്സ്പെക്റ്റൻസി ഉള്ളൊരു സാറ്റലൈറ്റ് ആണ്. ഇത് GTO അല്ലെങ്കിൽ ജിയോ സിങ്ക്രണസ് ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് കടത്തിവിട്ടു. ഇവൻച്വലി ഇറ്റ് വിൽ പ്ലേസ്ഡ് ഇൻ ടു ദ സ്പെസിഫൈഡ് സ്ലോട്ട് ഇൻ ദ ജിയോ സിങ്ക്രണസ് ഓർബിറ്റ് ആഫ്റ്റർ എ സീരീസ് ഓഫ് ട്രാൻസ്മിഷൻ. അതായത് സീരീസ് ഓഫ് ട്രാവലിംഗ് കഴിഞ്ഞിട്ട് കറക്റ്റ് ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റിലേക്ക് വിടും. നമുക്കറിയാം ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റിലേക്ക് വിടുന്നതിന് മുൻപേ ജിയോ സിങ്ക്രണസ് ട്രാൻസ്ഫർ ഓർബിറ്റിലായിരിക്കും ആദ്യം കടത്തി വിടുന്നത്. എന്നിട്ട് അവിടെ നിന്നായിരിക്കും ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റിലേക്ക് പോകുന്നത്. അപ്പം അത് നോട്ട് ചെയ്യുക. 10ാമത്തെ ക്വസ്റ്റ്യൻ, റെഡ്യൂസിങ് ഡിഫോറസ്ട്രേഷൻ, കട്ടിംഗ് ഡൗൺ ദ യൂസ് ഓഫ് ഫോസിൽ ഫ്യൂവൽ ആണ്. അങ്ങനെയാണ് ഗ്ലോബൽ വാർമിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോട്ട് ചെയ്യുക. അപ്പോൾ IPCC ഇന്റർനാഷണൽ പാനൽ ഫോർ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ റിപ്പോർട്ട് പ്രകാരം 1.1 ഡിഗ്രി സെൽഷ്യസ് ആണ് 1850 തൊട്ട് 1990s വരെയുള്ള ക്ലൈമറ്റ് ചേഞ്ച്. പക്ഷേ അത് 1.5 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് വാം ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അടുത്ത ചോദ്യം, 11th ക്വസ്റ്റ്യൻ, ദ മെയിൻ പോളിസി ഗോൾ ഓഫ് ന്യൂ സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ STI ഈസ്. ഏതാണ്? സൃഷ്ടി is the main policy goal to let the path for India. ഓക്കെ, അതാണ് ഉത്തരം. A ആണ് കറക്റ്റ്. To translate this action into vision, to a dedicated policy research cell is yet to establish. നോട്ട്, ഓപ്ഷൻ A ആണ്. അതായത് സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2020 പോളിസി പ്രകാരം ബൈ വേ ഓഫ് ഡീസെൻട്രലൈസ്ഡ് ബോട്ടം അപ്പ് ആൻഡ് ഇൻക്ലൂസീവ് ഡിസൈൻ പ്രോസസ് എയിം ടു strategize priorities, sectoral focus and methods of research and technology development for larger socio-economic welfare. വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ആത്മനിർഭർ ഭാരത്. അപ്പം ടെക്നോളജി എന്ന് പറയുന്ന ഒരു മേഖല, സെൽഫ് റിലയൻസ് ആവുക, ടെക്നോളജിയിൽ ഇന്ത്യ ടോപ്പായിട്ട് നിൽക്കുക, സെൽഫ് റിലയൻറ്റ് ആയിട്ടുള്ളൊരു സൂപ്പർ പവറായിട്ട് മാറുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട STIPയുടെ വിഷൻ എന്ന് പറയുന്നത്. വിഷൻ നമ്പർ 1 എന്ന് പറയുന്നത്. പിന്നെ ഹ്യൂമൻ ക്യാപിറ്റൽ, ടു അട്രാക്ട്, നർച്ചർ, സ്ട്രെങ്തൻ ആൻഡ് റീറ്റെയിൻ ക്രിട്ടിക്കൽ ഹ്യൂമൻ ക്യാപിറ്റൽ ത്രൂ പീപ്പിൾ സെൻട്രിക് സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ എക്കോസിസ്റ്റം. ഓക്കെ, പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഡബിൾ ദ നമ്പർ ഓഫ് ഫുൾ ടൈം ഇക്വലൻറ്റ് റിസർച്ചേഴ്സ്, ഗ്രോസ് ഡൊമസ്റ്റിക് എക്സ്പെൻഡിച്ചർ ഓൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, GERD, ആൻഡ് പ്രൈവറ്റ് സെക്ടർ കോൺട്രിബ്യൂഷൻ ടു GERD എവറി 5 year. ഗ്ലോബലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഇത് കൊണ്ടുവരിക. ടു ബിൽഡ് ഇൻഡിവിജ്വൽ ആൻഡ് institutional excellence with STI with the aspiration to achieve the highest level of global recognition and award in coming decade. വരുന്ന ഡെക്കേഡിൽ ഒരു ഹയസ്റ്റ് അച്ചീവ്മെൻ്റ് ആയിട്ട് ഇന്ത്യ മാറുക, ഇന്ത്യയെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്സലൻസ് ആയിട്ട് മാറ്റുക. ടു ബിൽഡ് ഇൻഡിവിജ്വൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്സലൻസ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ വിത്ത് ഹയസ്റ്റ് ലെവൽ ഓഫ് ഗ്ലോബൽ റെക്കഗ്നീഷൻ, ഇൻ്റർനാഷണലി അക്സെപ്റ്റ് ചെയ്യുന്ന ലെവലിലേക്ക്, അവാർഡ് ലെവലിലേക്ക് എത്തിക്കുക. ഓക്കെ, ഇത് 4 എണ്ണമാണ് നമ്മുടെ ഈ ഒരു STIP അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ പോളിസി എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട വിഷൻ എന്ന് പറയുന്നത്. അപ്പം ദ ഗോൾ ഫോർ ന്യൂ സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടിയാണ്. ഇറ്റ്സ് എ മെയിൻ പോളിസി ഗോൾ ടു ലെറ്റ് ദ പാത്ത് ഫോർ ഇന്ത്യ. ഓക്കെ, അടുത്ത ചോദ്യം, ISROയെ റിലേറ്റ് ചെയ്തിട്ട് ട്രൂ അല്ലാത്തത് ഏതാണ്? ട്രൂ ആണ്, ഇത് ട്രൂ ആണ്, ഇത് ട്രൂ ആണ് അല്ലേ? അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, ISRO എന്ന് പറയുന്നതിനെ റിലേറ്റ് ചെയ്തിട്ട്
അപ്പോൾ ISRO എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഫസ്റ്റ് സാറ്റലൈറ്റ് ലോഞ്ച് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ആര്യഭട്ടയാണ്. ഡോക്ടർ വിക്രം സാരാഭായി എന്ന് പറയുന്നതാണ് ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് റിസർച്ച്. ISRO സെറ്റപ്പ് ചെയ്ത് 1969 ISRO രൂപീകൃതമായത്. ഓക്കെ, 15th August. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് ISRO റിപ്പോർട്ട്സ് ടു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് ഇന്ത്യ. കറക്റ്റാണ്. അപ്പോൾ ISRO എന്ന് പറഞ്ഞാൽ സ്പേസ് ഏജൻസിയാണ് അണ്ടർ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് ഓഫ് സ്പേസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഹെഡ്ക്വാർട്ടേഡ് ഇൻ ബാംഗ്ലൂർ, കർണാടക. 6th largest സ്പേസ് ഏജൻസിയുടെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സ്പേസ് ഏജൻസിയാണ്. ഇറ്റ്സ് മിഷൻ ഈസ് ടു യൂസ് സ്പേസ് ടെക്നോളജി ടു അഡ്വാൻസ് നാഷണൽ ഡെവലപ്മെൻറ്റ് വൈൽ കണ്ടക്ടിങ് സ്പേസ് സയൻസ് റിസർച്ച് ആൻഡ് പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻ. ആൻട്രിക്സ് കോർപ്പറേഷൻ ലിമിറ്റഡ് ACL എന്ന് പറയുന്നതാണ് മാർക്കറ്റിംഗ് ആം. ISRO മെയിൻറ്റെയിൻ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഫ്ലീറ്റ്സ് ഓഫ് റിമോട്ട് സെൻസിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഇൻ ദ വേൾഡ്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് ഓഫ് ISRO, അതായത് 1960s ഡോക്ടർ വിക്രം സാരാഭായി, ദ ഫൗണ്ടിംഗ് ഫാദർ ഓഫ് ISRO, ലോഞ്ച്ഡ് സ്പേസ് റിസർച്ച് എഫോർട്ട് ഇൻ ഇന്ത്യ. സിൻസ് ഇറ്റ് സ്റ്റാർട്ട്, ദ Indian space program has included 3 major components: communication and remote sensing satellite, the space transportation system, and application program. INCOSPAR എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. അത് ഡോക്ടർ സാരാഭായി ആൻഡ് ഡോക്ടർ രാമകാന്തനാണ് ഫൈൻഡ് ഔട്ട് ചെയ്തത്. ദ സാറ്റലൈറ്റ് ഇൻസ്ട്രക്ഷണൽ ടെലിവിഷൻ എക്സ്പെരിമെൻറ്റ് വാസ് ക്യാരിഡ് ഔട്ട് ഇൻ 1975 to 76. ഇറ്റ് വാസ് ഡബ്ഡ് ദ സൈറ്റ് എന്താണെന്ന് ഞാൻ പറയുവാണ്, ജസ്റ്റ് ഒന്ന് ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നതുകൊണ്ട് പറഞ്ഞു. ഇറ്റ് വാസ് ഡബ്ഡ് ദ വേൾഡ്സ് ലാർജസ്റ്റ് സോഷ്യോളജിക്കൽ എക്സ്പെരിമെൻറ്റ്. ഇറ്റ് വാസ് ഫോളോഡ് ബൈ ഖേദ കമ്മ്യൂണിക്കേഷൻ പ്രോജക്ട് വിച്ച് സെർവ്ഡ് ആസ് എ ഫീൽഡ് ലാബോറട്ടറി ഫോർ ദ നീഡ് ബേസ്ഡ് ഓൺ ദ സ്പെസിഫിക് ലൊക്കേഷൻ പ്രോഗ്രാം ഇൻ ഗുജറാത്ത്. ഒന്ന് നോട്ട് ചെയ്തേക്കെ ഈ ഒരു പോയിന്റ് കേട്ടോ. നമ്മൾ അത് അങ്ങനെ ശ്രദ്ധ കൊടുക്കാത്തൊരു പോയിന്റ് ആണ് അല്ലെ. സാറ്റലൈറ്റ് ഇൻസ്ട്രക്ഷണൽ ടെലിവിഷൻ എക്സ്പെരിമെൻറ്റ് വാസ് ക്യാരിഡ് ഔട്ട് ഇൻ 1975 to 76. ഇറ്റ് വാസ് ഡബ്ഡ് ദ വേൾഡ്സ് ലാർജസ്റ്റ് സോഷ്യോളജിക്കൽ എക്സ്പെരിമെൻറ്റ്. ഓക്കെ, 13ാമത്തെ ചോദ്യം. നെയിം ആൻ അംബ്രല്ല പ്രോഗ്രാം ദാറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ 2007 ടു പ്രൊമോട്ട് R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. നാനോ സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. ഓപ്ഷൻ D ആണ്, നാനോ സയൻസ് ആൻഡ് ടെക്നോളജി. ദാറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ 2007 ടു പ്രൊമോട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, 14ാമത്തെ ചോദ്യം. In March 2022, the Quadruple Mass Spectrometer CHASE-2 on board the Chandrayaan-2 mission observed the global distribution of argon-40 in lunar exosphere. CHASE എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ വേറൊരു ചോദ്യവും ഇന്നത്തെ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം. ഉത്തരം ഓപ്ഷൻ A ആണ്. ഓക്കെ, ചന്ദ്രാസ് അറ്റ്മോസ്ഫിയറിക് കമ്പോസിഷൻ എക്സ്പ്ലോറർ 2. Okay, that's it. 15ാമത്തെ ചോദ്യം. Which of the following are true? ISRO's Chandrayaan-2 is a mission which with the goal of exploring moon. Okay, Chandrayaan-2 is for India's first moon successful mission to explore moon. ISRO GSLV F10 EOS 3 launched on August 12, 2021 was unsuccessful mission. ഇതിൽ ഏതെല്ലാമാണ് കറക്റ്റ്? പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്, സോറി. GSAT-3 in India's first dedicated educational satellite to provide with two-way communication for delivering educational material. GSAT-3 എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ ഡെഡിക്കേറ്റഡ് എഡ്യൂക്കേഷണൽ സാറ്റലൈറ്റ് ആണ് അല്ലേ, ടു പ്രൊവൈഡ് ടു-വേ കമ്മ്യൂണിക്കേഷൻ. First one, ISRO's Chandrayaan-2 is a mission with the goal of exploring moon. 2 ശരിയാണോ? അല്ല. സക്സസ്ഫുൾ മിഷൻ അല്ല അല്ലേ. 3 ശരിയാണോ? ശരിയാണ് അല്ലേ. ഇറ്റ് ഈസ് എൻ അൺസക്സസ്ഫുൾ മിഷൻ. അപ്പം ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ A ആണ് കേട്ടോ. അപ്പോൾ Chandrayaan-2 എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫസ്റ്റ് അല്ല, Chandrayaan-1 ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ആൻ അൺസക്സസ്ഫുൾ മിഷൻ ടു എക്സ്പ്ലോർ മൂൺ. Chandrayaan-2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗോൾ ഓഫ് എക്സ്പ്ലോറിംഗ് മൂൺ ഇറ്റ് സെൽഫ്. കറക്റ്റാണ്. ISRO GSLV F10 EOS 03 launched on August 12, 2021 was an unsuccessful mission. പിന്നെ GSAT-3 എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ ഡെഡിക്കേറ്റഡ് എഡ്യൂക്കേഷണൽ സാറ്റലൈറ്റ് ആണ് വിച്ച് പ്രൊവൈഡ് ടു-വേ കമ്മ്യൂണിക്കേഷൻ ഫോർ ഡെലിവറിങ് എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ്. കറക്റ്റാണ്. ഓക്കെ, ആൻസർ ഈസ് ഓപ്ഷൻ A, 1, 3 and 4.
17th ക്വസ്റ്റിലേക്ക് കടക്കാം. ഓക്കെ, 17th ക്വസ്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു റിവിഷൻ ആയാലോ 11ാമത്തെ ചോദ്യം തൊട്ട്. STIP അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ പോളിസി എന്ന് പറയുന്നതിൽ സൃഷ്ടി ഈസ് ദ മെയിൻ പോളിസി ഗോൾ ടു ലീഡ് ദ പാത്ത് ഫോർ ഇന്ത്യ. ഈ ഒരു പോളിസി എന്ന് പറയുമ്പോഴത്തേക്കും ഈ നമ്മുടെ ഈ ഒരു റിസർച്ച് ആൻഡ് ടെക്നോളജി അല്ലെ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് കൂടുതലും എന്താ പറയുക സോഷ്യോ എക്കണോമിക് വെൽഫെയർ ഒക്കെ പ്രൊവൈഡ് ചെയ്ത് ഡെവലപ്മെൻ്റ് ആണ് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ വിഷൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ വിഷൻ എന്ന് പറഞ്ഞാൽ ആത്മനിർഭർ ഭാരത് ആണ്. അതായത് സെൽഫ് റിലയൻ്റ് ആയിട്ടുള്ള ടെക്നോളജി പ്രൊവൈഡ് ചെയ്യുക. അതായത് നമ്മുടെ ഇന്ത്യയെ മറ്റുള്ള സയൻറ്റിഫിക് പവറിനോടൊപ്പം വളർത്തുക. പിന്നെ അതോടൊപ്പം തന്നെ ഹ്യൂമൻ ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യുക. ടു അട്രാക്ട് നർച്ചർ സ്ട്രെങ്തൻ ആൻഡ് റീറ്റെയിൻ ക്രിട്ടിക്കൽ ഹ്യൂമൻ ക്യാപിറ്റൽ ത്രൂ എ പീപ്പിൾ സെൻട്രിക് സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ എക്കോസിസ്റ്റം. പിന്നെ അടുത്തത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ടു ഡബിൾ ദ നമ്പർ ഓഫ് ഫുൾ ടൈം ഇക്വലൻറ്റ് റിസർച്ചേഴ്സ്, ഗ്രോസ് ഡൊമസ്റ്റിക് എക്സ്പെൻഡിച്ചർ ഓൺ R&D ആൻഡ് പ്രൈവറ്റ് സെക്ടർ കോൺട്രിബ്യൂഷൻ ടു എവറി 5 year. പിന്നെ ഗ്ലോബലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു ഇന്ത്യയെ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനെ സംബന്ധിച്ച് തെറ്റായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് വാസ് സെറ്റപ്പ് ഇൻ 1962 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതല്ല, 1969 ആണ്. അത് ISRO ലോഞ്ച് ചെയ്ത ആദ്യത്തെ സാറ്റലൈറ്റ് ആര്യഭട്ടയാണ്. ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് ഡോക്ടർ വിക്രം സാരാഭായി ഈസ് നോൺ എസ് എ ഫാദർ ഓഫ് ISRO. അത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിലാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അല്ലേ. അപ്പം ബാംഗ്ലൂരിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. 6 ലാർജസ്റ്റ് സ്പേസ് ഏജൻസിയുടെ ഭാഗം അതിലൊന്നാണ് ISRO എന്ന് പറയുന്നത്. പിന്നെ ആൻഡ്രിക്സ് കോർപ്പറേഷൻ ലിമിറ്റഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം പറഞ്ഞു. ISRO മെയിൻറ്റെയിൻ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഫ്ലീറ്റ് ഓഫ് റിമോട്ട് സെൻസിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഇൻ ദ വേൾഡ്. അത് നോട്ട് ചെയ്തേക്കുക. ഇനി ഡ്യൂറിങ് 1960 ഡോക്ടർ വിക്രം സാരാഭായ്, ദ ഫൗണ്ടിങ് ഫാദർ ഓഫ് ISRO, ലോഞ്ച് സ്പേസ് റിസർച്ച് എഫോർട്ട് ഇൻ ഇന്ത്യ. Since its start, the Indian space program has included 3 major components: communication and remote sensing satellite, the space transportation system, and application program. INCOSPAR was founded by Dr. Sarabhai and Dr. Ramanathan. പിന്നെ അതോടൊപ്പം തന്നെ ഈ ഒരു പോയിന്റ് കൂടെ നോട്ട് ചെയ്തേക്കുക. ഖേദ കമ്മ്യൂണിക്കേഷൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഗുജറാത്തിലുള്ളൊരു പ്രോജക്റ്റാണ്. ദ സാറ്റലൈറ്റ് ഇൻസ്ട്രക്ഷണൽ ടെലിവിഷൻ എക്സ്പെരിമെൻറ്റ് വാസ് ക്യാരിഡ് ഔട്ട് ഇൻ 1975 to 76. അതാണ് വേൾഡ്സ് ലാർജസ്റ്റ് സോഷ്യോളജിക്കൽ എക്സ്പെരിമെൻറ്റ്, ഫോളോഡ് ബൈ ഖേദ കമ്മ്യൂണിക്കേഷൻ പ്രോജക്റ്റ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. Umbrella program that was launched in 2007 to promote R&D is Nano Science and Technology. പിന്നെ ചേസ് 2ൻ്റെ ഫുൾ ഫോം ചന്ദ്രാസ് അറ്റ്മോസ്ഫിയറിക് കമ്പോസിഷൻ എക്സ്പ്ലോറർ 2. ഓക്കെ, നോട്ട് ചെയ്തേക്കുക. പിന്നെ ISROയെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചന്ദ്രയാൻ 2നെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് തെറ്റേതാണ്? ഈ ഒരു സംഭവം മാത്രമാണ് തെറ്റെന്ന് പറയുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്. രണ്ടാമത്തെ പോയിന്റ് തെറ്റാണ്. ചന്ദ്രയാൻ 2 എന്ന് പറയുന്നത് അൺസക്സസ്ഫുൾ ആണ്. ഇറ്റ് ഇസ് എ സെക്കൻഡ് മിഷൻ ടു എക്സ്പ്ലോർ മൂൺ. ഓക്കെ, അടുത്ത ചോദ്യം ഗ്രീൻ ഹൗസ് ഗ്യാസ് എഫക്റ്റിനെ പറ്റിയിട്ട് കറക്റ്റ് ഏതാണെന്നാണ്. നൈട്രസ് ഓക്സൈഡ് ഈസ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്, കാർബൺ ഡയോക്സൈഡ് ഈസ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്, മീഥൈൻ ഈസ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്. ഇതിൽ ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അതായത് ഓൾ ദ സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്. മീഥൈൻ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്, നൈട്രസ് ഓക്സൈഡും കാർബൺ ഡയോക്സൈഡും ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. ഓക്കെ, atmospheric gas like carbon dioxide, methane, nitrous oxide, water vapor and chlorofluorocarbon are capable of trapping the outgoing infrared radiation from Earth's surface, thereby causing greenhouse gas effect. Hence these gases are known as greenhouse gas and heating effect is known as greenhouse effect. അപ്പോൾ oxides of nitrogen NOx, NO2, nitrogen oxide, nitrogen dioxide ഇതെല്ലാം തന്നെ greenhouse gases ആണ്. If greenhouse gases are not checked by the turn of the century, the temperature may rise by 5 degrees Celsius. നോട്ട് ചെയ്തേക്കുക, 5 ഡിഗ്രി സെൽഷ്യസ് ആണ് കൂടാൻ പോകുന്നത്. 18ാമത്തെ ചോദ്യം the National Remote Sensing Center NRSC of ISRO is situated in. എവിടെയാണ്? ഹൈദരാബാദിലാണ് അല്ലേ. നാഷണൽ റിമോട്ട് സെൻസിങ് NRSC of ISRO is situated in Hyderabad. 19ാമത്തെ ചോദ്യം നെയിം ദ സാറ്റലൈറ്റ് ദാറ്റ് ഇസ് നോട്ട് ലോഞ്ച്ഡ് ബൈ SLV C-52 റോക്കറ്റ്. ഏതാണ്? 19 CMS-01 ആണല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ PSLV C-52. സോറി ഫോർ ദ റിപ്പറ്റീഷൻ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ, നോട്ട് ചെയ്താൽ മതി. 20th ക്വസ്റ്റ്യൻ വിച്ച് സയന്റിഫിക് പേലോഡ് ഫ്രം ഇന്ത്യ വാസ് എംപ്ലോയിഡ് ഇൻ ചന്ദ്രയാൻ 1 മിഷൻ ടു മൂൺ. ചന്ദ്രയാൻ 1 മിഷൻ ടു മൂൺ. 20ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അതായത് ഓപ്ഷൻ ബി ആണ്. ചന്ദ്രയാൻ 1 എക്സ്റേ സ്പെക്ട്രോമീറ്റർ
ഓപ്ഷൻ ബി, മൂൺ ഇമ്പാക്ട് പ്രോബ്. Scientific payload from India was employed in Chandrayaan-1 mission to moon is Moon Impact Probe. In March, ഈ ക്വസ്റ്റ്യൻ റെപ്പറ്റീഷൻ വന്നത്, ഇത് ആക്ച്വലി ഇതിങ്ങനെ റെപ്പറ്റീഷൻ വന്നത് ഞാൻ ഈ കറക്റ്റ് എന്താ പറയുക റെപ്പറ്റീഷൻ PYQ തന്നെയുമാണ്, അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. ഓക്കെ, വിച്ച് ഈസ് ദ ഫസ്റ്റ് റോക്കറ്റ് ദാറ്റ് റൺ ഓൺ ബയോഫ്യൂവൽ? CMS-01, സ്റ്റാർഡസ്റ്റ് 1.0, EOS-01, കാർട്ടോസാറ്റ്. സ്റ്റാർഡസ്റ്റ് ആണ് കേട്ടോ 22ാമത്തെ ചോദ്യം. സ്റ്റാർഡസ്റ്റ് 1.0 ആണ്. ഇറ്റ് ഇസ് ലോഞ്ച് വെഹിക്കിൾ suited for student and budget payload. It has a mass of 250 kg and carry a maximum payload of 8 kg. Manufactured by Blue Shift, an aerospace company that is developing rockets that are powered by bio-derived fuels. These rockets will help to launch small satellite called CubeSats into space in a way that relatively cheaper than using traditional rocket and is less toxic for environment. Okay, പിന്നെ കാരണം എന്താ ബയോഫ്യൂവൽ ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് എ ബ്ലെൻഡ് ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ ഹാഡ് from any farm across the US. Okay, but broadly biofuels are obtained from biomass which can be converted directly into liquid fuel that can be used as transportation fuels. The two most common kind of biofuel എന്ന് പറയുന്നത് എന്തെല്ലാമാണ്? In use are ethanol and biodiesel, and they both represent the first generation of biofuel technology. Ethanol is renewable and made from many kind of plants. Okay, biodiesel is produced by combining alcohol with new and used vegetable oil, animal fat or recycled cooking grease. ഓക്കെ, നോട്ട് ചെയ്തേക്കാം. അപ്പോൾ ബയോഫ്യൂവൽ എന്താണെന്ന് ഞാൻ പറഞ്ഞതാണ്, കാരണം ഇതിനകത്ത് പറയുന്ന പോയിന്റ് നോട്ട് ചെയ്യണം. ഫസ്റ്റ് റോക്കറ്റ് ദാറ്റ് റൺ ഓൺ ബയോഫ്യൂവൽ ഈസ് സ്റ്റാർഡസ്റ്റ് 1.0. Dash is a multiplier rocket launch produced in India and developed by DRDO for Indian Army. ഏതാണ്? പിനാക്ക. പിനാക്ക എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? ഇറ്റ്സ് എ മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം നെയിംഡ് ആഫ്റ്റർ ശിവാസ് ബോ. Can fire a salvo of 12 rockets over a period of 44 seconds. The new version is equipped with advanced technology to enhance its strength. The metal weight is lesser compared to the earlier version, and the newly tested system can achieve a range up to 45 km, which is a big feat for Indian Army. The existing Pinaka system in the Varayana is already in Army, that is ranging up to 35 to 37 km. In the significance of the Varayana, Pinaka is one of the few examples of an evolutionary process being followed with an indigenous Indian weapon system. Okay, that's it. ഇതിനകത്ത് ഏതാണ് റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി? സോളാർ എനർജി ആണല്ലേ. നാച്ചുറൽ ഗ്യാസ്, ഫോസിൽ ഫ്യൂവൽ, ന്യൂക്ലിയർ എനർജി എല്ലാം തന്നെ നോൺ റിന്യൂവബിൾ ആണ്. സോളാർ എനർജിയാണ് റിന്യൂവബിൾ. അതൊരു വെറൈറ്റി ചോദ്യമാണ്. വെറൈറ്റി മീൻസ് ഒരു കൺഫ്യൂസിങ് ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ പിനാക്കയുടെ കാര്യം മനസ്സിലായല്ലോ. നമുക്കൊന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് വേഗം വരാം. ഓക്കെ, ഇതിനകത്ത് ഏതാണ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്നാണ് ചോദ്യം. ഇതിനകത്ത് നൈട്രജൻ ഓക്സൈഡ് ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ എല്ലാം തന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. ഓക്കെ, അപ്പോൾ നൈട്രസ്, N2O, വാട്ടർ വേപ്പർ, CFC ഇതെല്ലാം തന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എഫക്റ്റ് നൽകുന്നതാണ്. ഈ ഗ്യാസിനെയൊക്കെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്നും അത് കൊടുക്കുന്ന എഫക്റ്റിനെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എഫക്റ്റ് എന്നും വിളിക്കുന്നു. പിന്നെ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, NOx, NO2, നൈട്രജൻ ഓക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ് ഇതെല്ലാം തന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. ഇത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ചെക്ക് ചെയ്തില്ലെങ്കിൽ 5 ഡിഗ്രി ആയിട്ട് ഹൈപ്പ് ആകും എന്നാണ് പറയുന്നത്. പിന്നെ NRSC ഇമ്പോർട്ടൻ്റ് ആണ്. NRSC എന്ന് പറയുന്നത് ഹൈദരാബാദിലാണ് ഇതിൻ്റെ സിറ്റുവേഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ CM-01 ആണ്, വിച്ച് ഇസ് നോട്ട് ലോഞ്ച്ഡ് ബൈ SLV C-52 റോക്കറ്റ് ഓഫ് ISRO. പിന്നെ മൂൺ ഇമ്പാക്ട് പ്രോബ് എന്ന് പറയുന്നതാണ് സയൻറ്റിഫിക് പേലോഡ് ഫ്രം ഇന്ത്യ വാസ് എംപ്ലോയ്ഡ് ഇൻ Chandrayaan-1 മിഷൻ ടു മൂൺ. ഓക്കെ, പിന്നെ സ്റ്റാർഡസ്റ്റ് 1 ആണ്. ബയോഫ്യൂവൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് റോക്കറ്റ് ഏതാണെന്ന് വെച്ചാൽ സ്റ്റാർഡസ്റ്റ് 1.0 ആണ്. ബഡ്ജറ്റ് പേലോഡ് ആണ്. 250 കിലോഗ്രാം ആണ് ഇതിൻ്റെ മാസ് ആൻഡ് ക്യാൻ ക്യാരി എ പേലോഡ് ഓഫ് 8 കിലോഗ്രാം. ബ്ലൂ ഷിഫ്റ്റ് ആണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ദീസ് റോക്കറ്റ് വിൽ ഹെൽപ്പ് ടു ലോഞ്ച് സ്മോൾ സാറ്റലൈറ്റ് കോൾഡ് ക്യൂബ്സാറ്റ്സ്. സ്മോൾ സാറ്റലൈറ്റിനെ ലോഞ്ച് ചെയ്യും into the space in way that relatively cheaper than using traditional rocket fuel and is less toxic for environment. അപ്പോൾ സ്റ്റാർഡസ്റ്റ് അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ളത് കാരണം നമുക്ക് വീണ്ടും ചോദ്യം സാധ്യതയുള്ളതാണ് കേട്ടോ.
It's a blend of substances that can had ഫ്രം വെരി ഫാം അക്രോസ് ദ ബയോഫീൽ കിട്ടാനായിട്ട് സിമ്പിൾ അല്ലേ, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എത്തനോൾ ഇസ് റിന്യൂവബിൾ ആൻഡ് മെയ്ഡ് ഫ്രം മെനി കൈൻഡ് ഓഫ് പ്ലാന്റ്. ബയോഫ്യൂവൽസ് ആണ്. ബയോഡീസൽ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ കമ്പൈനിങ് ആൽക്കഹോൾ വിത്ത് ന്യൂ ആൻഡ് യൂസ്ഡ് വെജിറ്റബിൾ ഓയിൽസ്, ആനിമൽ ഫാറ്റ്സ്. അതും റിന്യൂവബിൾ ആണ് അല്ലേ. ദാറ്റ്സ് ഇറ്റ്. പിന്നെ ആണ് മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചർ എന്ന് പറഞ്ഞാൽ പിനാക്കയാണ്, DRDO ആണ് ഡെവലപ്പ് ചെയ്തത് ഫോർ ഇന്ത്യൻ ആർമി. ഓക്കെ, ഇന്ത്യൻ ആർമിയെ സംബന്ധിച്ച് വൺ ഓഫ് ദ മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റമാണ്. ഓക്കെ, 44 സെക്കൻഡ്സ് മതി അതിൻ്റെ ഇതിൽ. ന്യൂലി ടെസ്റ്റഡ് സിസ്റ്റം ദാറ്റ് ക്യാൻ അച്ചീവ് എ റേഞ്ച് അപ് ടു 45 കിലോഗ്രാം, വിച്ച് ഇസ് എ ബിഗ് ഫീറ്റ് ഫോർ ഇന്ത്യൻ ആർമി. DRDO ആണ് കൊടുത്തതെന്ന് ഓർക്കുക. ഓക്കെ, ആൻഡ് ഹാസ് എ റേഞ്ച് അപ് ടു 5 to 37 കിലോമീറ്റർ. സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് വൺ ഓഫ് ദ ഫ്യൂ എക്സാമ്പിൾസ് ഓഫ് ഇവല്യൂഷണറി പ്രോസസ് ബീങ് ഫോളോഡ് വിത്ത് ആൻ ഇൻഡിജീനിയസ് ഇന്ത്യൻ വെപ്പൺ സിസ്റ്റം. ഓക്കെ, പിന്നെ നോൺ റിന്യൂവബിൾ ആയിട്ടുള്ളത് സോളാർ എനർജിയാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളും കൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു സയൻസ് ആൻഡ് ടെക്നോളജിയുടെ PYQ എല്ലാം ഒരു 3-4 വർഷത്തെ PYQ നോക്കി തീർത്തു വിത്ത് ദിസ് 85 സ്ലൈഡ്സ്. ഓക്കെ, സോ ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് സെഷൻ. വീണ്ടും റിപ്പീറ്റ് അടിച്ച് കാണുക. ഈ ചോദ്യങ്ങൾ സെയിം ആയിട്ട് തന്നെ റിപ്പീറ്റ് അടിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഡോണ്ട് സ്കിപ്പ് ദിസ് ക്വസ്റ്റ്യൻ, ഡോണ്ട് സ്കിപ്പ് ദിസ് ക്ലാസ്. ഓക്കെ, ഹോട്ട് ടോപ്പിക്സും കൂടെ കാണുക, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. സോ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും തന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യണം, കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പോയി എഴുതണം. സോ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ, സ്റ്റേ ട്യൂൺഡ്.